ഭഗവാന് കണി കാണുന്നതിനായിട്ട് എന്നും പൂക്കുന്ന ഒരു കണിക്കൊന്ന. കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് ഒരു വലിയ മതിൽക്കെട്ടിനുള്ളിൽ ഒരു കൊന്നമരം വളർന്നു നിൽക്കുന്നതാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കൊന്നമരാണിത്. അതിൻ്റെ കാർബൺ ഡേറ്റിംഗ് പരിശോധനയിൽ നിന്ന് അതിന് ഏതാണ്ട് ഒരു 2000 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചുവട്ടിലൊരു ചെറിയ ശിവലിംഗ പ്രതിഷ്ഠയുണ്ട്. കൊന്നക്കൽ തേവർ എന്നാണ് ആ ഭഗവാൻ അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കൊന്നമരത്തിന് ക്ഷേത്ര ഉത്ഭവ ഐതിഹ്യമായിട്ട് അടുത്ത ബന്ധമുള്ളതാണ്. ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊന്നമരം മേടമാസത്തിൽ മാത്രമല്ല എല്ലാ ദിവസവും പൂക്കും. ദിവസവും അതിൽ ഒരു പൂങ്കലുണ്ടാവും. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഇവിടെ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക ചടങ്ങ് ദിവസവും നടക്കുന്നുണ്ട്. പള്ളിയറ പൂജ എന്നാണ് അതിന് പേര്. ഇതൊരു ദമ്പതി പൂജയാണ്. അപ്പോൾ അതായത് ദിവസവും അത്താഴപൂജ അത്താഴ്ചയിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെയും ഭഗവതിയുടെയും തിടമ്പുകൾ വാദ്യമേളങ്ങളോടുകൂടി എഴുന്നള്ളിച്ച് ശ്രീകോലിൻ്റെ വടക്ക് ഭാഗത്തായിട്ടൊരു പള്ളിയറ എന്ന് പറഞ്ഞൊരു ശ്രീകോലുണ്ട്. ആ ശ്രീകോലൊരു പീഠവും ഒരു മഞ്ചമൊക്കെ ഉണ്ട്. ആ പീഠത്തിലേക്ക് എഴുന്നള്ളിച്ചിരുത്തി അവിടെ വെച്ച് ഭഗവാനും ഭഗവതിക്കും വിശേഷാൽ പൂജകളും നിവേദ്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ദീപാരാധനയും കഴിഞ്ഞ് മുല്ലപ്പൂവൊക്കെ വെച്ച് വിരിച്ച് അലങ്കരിച്ചിട്ടുള്ള ഈ ഒരു മഞ്ചത്തിലേക്ക് ആ തിടമ്പ് ആ ഭഗവാനെയും ഭഗവതിയെയും കിടത്തി അവരെ പള്ളി ഉറക്കുക എന്നുള്ളതാണ് ആ ഒരു ചടങ്ങിൻ്റെ പ്രത്യേകത. തിരുവല്ല ശ്രീവല്ലഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ഈ ഒരു ചടങ്ങ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. പക്ഷേ ഇവിടെ അതിൽ മറ്റൊരു ശൈലിയാണ്, കുറച്ചുകൂടി വിസ്തരിച്ച ശൈലിയിലാണ് നടക്കുന്നത്. ഇതിനൊരു തമിഴ് ശൈലിയുണ്ട് ഈ ഒരു ചടങ്ങിന്. അപ്പോൾ ഇതൊരു ദമ്പതി പൂജ ആയതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത് വഴിപാടായിട്ട് കഴിക്കുന്നതും ഇത് ദർശിക്കുന്നതുമൊക്കെ ദീർഘമാംഗല്യത്തിനും സന്താനഭാഗ്യത്തിനും മംഗല്യഭാഗ്യത്തിനുമൊക്കെ വളരെയധികം പ്രാധാന്യമുള്ളതായിട്ടാണ് പറയുന്നത്. ഇത് ദർശിക്കാൻ ദിവസവും ധാരാളം ആളുകളും ക്ഷേത്രത്തിലെത്താറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിലും പൗർണമി ദിവസങ്ങളിലുമൊക്കെ ഇതിന് കുറച്ചുകൂടെ പ്രാധാന്യം കൂടുതലാണ്. ഇത് തൊഴുന്നതിനും ഇത് വഴിപാടായിട്ട് കഴിക്കുന്നതിനും. അതുപോലെ 3 പൗർണമി അടുപ്പിച്ച് ഈ ഒരു പള്ളിയറ പൂജ തൊഴുകയാണെന്നുണ്ടെങ്കിൽ 4ാമത്തെ പൗർണമിക്ക് മുൻപായിട്ട് ആ വ്യക്തിയുടെ വിവാഹം നടക്കും എന്നുള്ളതാണ് ഇവിടെയുള്ളൊരു വിശ്വാസം മാത്രമല്ല എല്ലാവരുടെയും അനുഭവം. അപ്പോൾ ഈ പള്ളിയറക്കൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഭഗവാൻ പള്ളി ഉണർന്നു കഴിയുമ്പോൾ ഭഗവാന് കണി കാണുന്നതിന് വേണ്ടിയിട്ടാണത്രേ ഈ ഒരു കൊന്നമരത്തിൽ നിത്യവും ഒരു പൂവെങ്കിലും ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി തിരുവഞ്ചിക്കുളത്ത് ചെല്ലുമ്പോൾ ഈ ഒരു കൊന്നമരം ശ്രദ്ധിക്കാൻ മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിന് പറഞ്ഞാലും തീരാത്ത ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള വിശദമായ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്.